നമ്മളുടെ സമൂഹത്തിൽ ഒറ്റപ്പെടലുകളുണ്ട് എന്നുള്ളത് സത്യമാണ്. നമ്മളുടെ പ്രസ്ഥാനങ്ങളൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കാൻ ഉള്ളൊരു പ്രവണത കാണിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു ഏകതാനത മെനഞ്ഞെടുക്കേണ്ടത് ഒരാവശ്യമാണ്. ആ ആവശ്യം ഈ കാലഘട്ടത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ ഒരു അവസരം നമ്മൾ കാണും. ഹിന്ദു എന്ന് പറയുമ്പോൾ ചിലർ പേടിക്കേണ്ടത്, ഹിന്ദു എന്ന് പറഞ്ഞാൽ മാനവീകത കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഹിന്ദുക്കളാണ്. അത് ഹിന്ദു ഇവിടെ മനുഷ്യത്വം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു പ്രസ്ഥാനവും വളരുകയില്ലായിരുന്നില്ല. വളരുമായിരുന്നു ഇല്ല. അപ്പോഴന്ന് ആ വിശാല മനസ്സ് നമ്മൾ കാണിച്ചില്ലേ. അപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന പ്രശ്നം മനുഷ്യന്റെ പ്രശ്നമാണ്. അപ്പോൾ മനുഷ്യന്റെ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ മനുഷ്യരിൽ നല്ലവരുണ്ട്, മനുഷ്യരിൽ നല്ലതല്ലാത്തവരുണ്ട്. ആ നല്ലതല്ലാത്തവർക്ക് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് വളരെ നല്ലതാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഒരിക്കലും മോനെ അസത്യം വിജയിച്ച ചരിത്രം ഇന്നേ വരെയില്ല, ഈ ലോകത്തില്ല. മനസ്സിലായി? സത്യത്തിന് വേണ്ടി മാത്രം നമ്മൾ നിലകൊള്ളുന്നു, ധർമ്മത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു കാലത്തും നമ്മൾ ഒന്നിനും ഭയപ്പെടേണ്ട. പിന്നെ നമുക്കിത് സംഘടിക്കാൻ, ഒന്നായി നിൽക്കാൻ ഉള്ളൊരു അവസരമാണ്. ആ അവസരം നമ്മൾ വേണ്ട പോലെ വിനിയോഗിക്കുക. അവിടെ വരുന്ന ആരോടെങ്കിലും ചോദിക്കാറുണ്ടോ നിങ്ങൾ എന്ത് ജാതിക്കാരാ എന്ന്, മതക്കാരാ ചോദിക്കാറുണ്ടോ? ഇല്ല. സർവ്വജാതി മതസ്ഥർക്കും പണ്ഡിതനും പാമരനും എല്ലാവർക്കും ഒരുപോലെ ബോധം കൊടുത്തവരെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ തിന്മ വന്ന് എതിർത്ത് അത്ര പെട്ടെന്ന് മുമ്പ് കുത്തിക്കുമെന്ന് നമ്മൾ ആശങ്കപ്പെടുകയേ വേണ്ട. അത് നടക്കുന്ന കാര്യമാണ്. ജാതിക്കും വർഗത്തിനും വർണ്ണത്തിനും വേഷത്തിനും ഭാഷയ്ക്കും അതീതമായി മനുഷ്യനെ കാണുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം. മനുഷ്യത്വത്തിന്റെ മേലാണ് നമ്മളുടെ നാട് നിലനിൽക്കുന്നത് തന്നെ. ആ മനുഷ്യത്വം, ആ വിശ്വമാനവീയത വളർത്തി എല്ലാവർക്കും നമുക്ക് ഒന്നായി തീരാൻ അതിന് നിരന്തര പരിശ്രമം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. തളരരുത്. എന്ത് വന്നാലും ശരി, എന്ത് കേട്ടാലും ശരി, തളരാൻ പാടില്ല. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്.